CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. വരും ദിവസങ്ങളിൽ ഹാജരാകാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇഡിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്നാണ് വീണ ഇന്ന് കൊച്ചിയിലെ ഓഫീസിലെത്തിയത്. ജൂൺ 29-ന് ഹാജരാകാമെന്നായിരുന്നു വീണ വിജയൻ ആദ്യം ഇഡിയെ അറിയിച്ചിരുന്നത്. കേസിൽ ഇന്നലെ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിനു പിന്നാലെയാണ് വീണയെ ഇഡി കൊച്ചിയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തിയത്. രാവിലെ 9:30-യോടെയാണ് മുഹമ്മദ് റിയാസിനൊപ്പം വീണ എത്തിയത്. SFI കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ ഇഡിക്ക് ഇന്നലെ ലഭിച്ചിരുന്നു. കരിമണൽ കമ്പനിയും വീണയും നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖയാണിത്. നേരത്തെ ഈ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ ആയിരുന്നില്ല. ജൂൺ 17-ന് നടത്തിയ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ആദ്യ ചോദ്യം ചെയ്യലിൽ പല രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ഇഡിയോട് വീണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നീട്ടിയത്. നേരത്തെ ഹാജരായപ്പോൾ വീണ നൽകിയ അക്കൗണ്ട് വിശദാംശങ്ങളും കരാർ രേഖകളും ഇഡി പരിശോധിച്ചു. ഇതിന് തുടർച്ചയായി തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിലെ ലോക്കറടക്കം തുറന്ന് പരിശോധന നടത്തി. വീണയുടെ ചോദ്യം ചെയ്യലിൽ തുടർച്ചയായി CMRL, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കർത്ത കുടുംബത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. എക്സാലോജിക് കമ്പനി CMRLന് നൽകിയ സേവനം, CMRLൽ നിന്ന് ലഭിച്ച പണം എന്തു ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് കഴിഞ്ഞ തവണ വീണ ഉത്തരം നൽകിയത്. സേവനവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചെങ്കിലും വീണയ്ക്ക് ഹാജരാക്കാനായില്ല. ഇതിനുശേഷം വീണയുടെ HDFC ബാങ്കിലെ ലോക്കറടക്കം ഇഡി തുറന്നു പരിശോധിച്ചു. കേസിൽ CMRL അധികൃതരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ND ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, വീണയ്ക്ക് വായ്പ നൽകിയ എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാരായ ഷിബി S കർത്ത, മകൻ ശരൺ S കർത്ത, മരുമകൻ അനിൽ ആനന്ദ പണിക്കർ എന്നിവരടക്കം 6 പേരെയാണ് ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ സുപ്രധാന വിവരങ്ങളുള്ള തെളിവുകളെല്ലാം വെച്ചുള്ള ചോദ്യം ചെയ്യൽ വീണയ്ക്ക് നിർണായകമാണ്. അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുമോ എന്നും വ്യക്തമല്ല. അന്വേഷണ പുരോഗതി ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ട് വിലയിരുത്തുന്നതിനാൽ ഡയറക്ടറേറ്റിന്റെ തീരുമാനങ്ങളും നിർണായകമാകും. 2024-ൽ ആരംഭിച്ച അന്വേഷണത്തിനിടയിൽ ആരുടെയും അറസ്റ്റ് ഇതുവരെ ഇഡി രേഖപ്പെടുത്തിയിട്ടില്ല.